നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ 311 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു. ചികിത്സയിലായിരുന്ന 586 പേർ കൂടി രാജ്യത്ത് രോഗമുക്തി നേടി. ആകെ 3,53,139 പേരാണ് ഇതുവരെ രോഗമുക്തരായിട്ടുള്ളത്. പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 285 പേർക്ക് സമ്പർക്കത്തിലൂടെയും 26 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരാണ്. കോവിഡ് ബാധിച്ച് പുതിയതായി 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 670 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ആകെ 3,56,982 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 2 പേർ കൂടി മരിച്ചു. അതേസമയം പുതിയ രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 683 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. രാവിലെ രോഗികളിൽ 1081 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം 7,45,027 ആയി. ആകെ രോഗമുക്തരുടെ എണ്ണം 7,23,549 ആയി ഉയർന്നു. ആകെ മരണസംഖ്യ 8,998 ആയി. രോഗബാധിതരിൽ 12,480 പേരാണ് ചികിത്സയിൽ കഴിയുന്നതിൽ 601 പേരുടെ നില ഗുരുതരം. വ്ലോഗറും ആൽബം താരവുമായ റിഹ മെഹ്നുവിനെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദുബായ് ജാഫിയയിലെ താമസ സ്ഥലത്താണ് റിഫയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയാണ്. ഭർത്താവ് മെഹ്നുവിനൊപ്പമായിരുന്നു താമസം. കഴിഞ്ഞ മാസമാണ് റിഫ ദുബായിലെത്തിയത്. ഫാഷൻ, വ്യത്യസ്ത ഭക്ഷണങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയായിരുന്നു റിഫയുടെ വ്ലോഗിലെ ഉള്ളടക്കങ്ങൾ. തിങ്കളാഴ്ച രാത്രി വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുൾപ്പെടെയുള്ള മാറ്റങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരും. ഹൗസ് ഡ്രൈവർമാർ, വീട്ടുജോലിക്കാർ അടക്കമുള്ള ഗാർഹിക തൊഴിലാളികളുടെ തൊഴിൽ സംവിധാനം, അവകാശങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന തൊഴിൽ നിയമമാണ് വരുന്നത്. ആഴ്ചയിലുള്ള അവധി, വാർഷികാവധി, സേവനാനന്തര ആനുകൂല്യങ്ങൾ തുടങ്ങിയ ഗാർഹിക തൊഴിലാളികൾക്കും നിർബന്ധമായി നടപ്പാക്കും. തൊഴിലാളിയും സ്പോൺസറും തമ്മിലുള്ള തൊഴിൽ കരാർ കൃത്യമായി തയ്യാറാക്കി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യേണ്ടിവരും. ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും ബാങ്ക് അക്കൗണ്ട് വഴി നൽകണം. റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തോടെ പ്രതിസന്ധിയിലായ മലയാളികൾക്ക് ബന്ധപ്പെടാനും നാട്ടിലെത്താനുമുള്ള സഹായം ഒരുക്കാനും പ്രവാസികൾക്കായി കൾച്ചറൽ ഫോറം ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഖത്തറിൽ നിന്നുള്ള ധാരാളം പ്രവാസി മലയാളികളുടെ മക്കളടക്കം പഠനാവശ്യാർത്ഥവും മറ്റും യുക്രൈനിലുള്ള സാഹചര്യത്തിലാണ് കൾച്ചറൽ ഫോറം ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ നോർക്ക യുക്രൈൻ ഹെൽപ്പ് ഡെസ്ക്, ഡൽഹിയിലെ കേരള ഹൗസ്, ജർമ്മനി, പോളണ്ട്, ഹംഗറി തുടങ്ങിയ യുക്രൈൻ അയൽ രാജ്യങ്ങളിലുള്ള പ്രവാസി വെൽഫെയർ പ്രവർത്തകരുടെ സഹകരണത്തോടെ ആവശ്യമായ വിവരങ്ങൾ നൽകാനാണ് ഹെൽപ്പ് ഡെസ്ക് വഴി ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 70201877774746 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. യുഎഇയിൽ ഇന്ധനവില കുതിച്ചുയർന്നു. യുക്രൈന് നേരെ റഷ്യ നടത്തുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതാണ് നിരക്ക് വർധനവിന് കാരണം. പെട്രോൾ സൂപ്പർ ലിറ്ററിന് 3 ദിർഹം 23 ഫിൽസും സ്പെഷ്യൽ ലിറ്ററിന് 3 ദിർഹം 12 ഫിൽസുമായിരിക്കും നിരക്ക്. ചരിത്രത്തിൽ ആദ്യമായാണ് യുഎഇയിൽ പെട്രോൾ വില 3 ദിർഹത്തിന് മുകളിൽ എത്തുന്നത്. ഫെബ്രുവരിയിലെ ഇന്ധനവിലയെ അപേക്ഷിച്ച് 11% മാർച്ച് മാസത്തിലെ ഇന്ധനവിലയിൽ ഉണ്ടായിരിക്കുന്ന വർധനവ്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം മൂലം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിനുണ്ടായ വർധനവാണ് യുഎഇയിലേക്കും ഇന്ധനവിലയെ ബാധിച്ചതെന്നാണ് വിലയിരുത്തൽ. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരെ കോടീശ്വരന്മാരാക്കിയ അബുദാബി ബിഗ് ടിക്കറ്റിന്റെ അടുത്ത നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം 1.5 കോടി ദിർഹം, അതായത് 30 കോടിയിലേറെ ഇന്ത്യൻ രൂപ. രണ്ടാം സമ്മാനം വിജയിയെ കാത്തിരിക്കുന്നത് 10 ലക്ഷം ദിർഹമാണ്. ഇതുകൂടാതെ വൻതുകയുടെ മറ്റു 3 ക്യാഷ് പ്രൈസുകൾ കൂടി വിജയികൾക്ക് ലഭിക്കുന്നു. ഈ മാസം ബിഗ് ടിക്കറ്റിന്റെ ക്യാഷ് ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാ ആഴ്ചയിലും 3 ലക്ഷം ദിർഹം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. ആഴ്ചതോറുമുള്ള പ്രൊമോഷൻ കാലയളവിൽ ബിഗ് ടിക്കറ്റ് വാങ്ങിക്കുന്നവരുടെ ടിക്കറ്റുകൾ ഇലക്ട്രോണിക് നറുക്കെടുപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നു. തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് 3 ലക്ഷം ദിർഹമാണ്. സൗദിയിലുള്ള വിദേശികൾക്ക് അടുത്ത ബന്ധുക്കളെ ഉംറയ്ക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന അതിഥി വിസ സംവിധാനം റദ്ദാക്കിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തുള്ള വിദേശികൾക്ക് സ്വന്തം ഉത്തരവാദിത്തത്തിൽ അടുത്ത ബന്ധുക്കളെ ഉംറയ്ക്ക് കൊണ്ടുവരാനുള്ള വിസയായിരുന്നു ഇത്. സൗദിയിൽ ഇഖാമയുള്ള വിദേശികൾക്ക് അടുത്ത ബന്ധുക്കളെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അതിഥികളായി ഉംറയ്ക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഹോസ്റ്റ് ഉംറ വിസയാണ് ഒഴിവാക്കിയത്. അടുത്ത ബന്ധുക്കളായ 3 മുതൽ 5 വരെ ആളുകളെ ഉംറയ്ക്ക് കൊണ്ടുവരാൻ ഇതിലൂടെ കഴിയുമായിരുന്നു. ഇങ്ങനെ വരുന്നവർക്ക് മറ്റുംറ തീർത്ഥാടകരെ പോലെ സൗദിയിൽ ഉംറ സർവീസ് ഏജന്റ് ഉണ്ടായിരിക്കില്ല. സൗദിയിൽ ഇഖാമയുള്ള ആതിഥേയനായിരിക്കും ഇവരുടെ പൂർണ്ണ ഉത്തരവാദിത്തം. ആതിഥേയനോടൊപ്പം താമസിക്കാനും യാത്ര ചെയ്യാനും ഇവർക്ക് അനുവാദമുണ്ടാകും. ഇതാണ് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.